ഇവരെ എന്നും ഇന്ന് കൂട്ടത്തിൽ വരാം. ഇതൊക്കെ തീരുമാനാക്കണം. ഞാൻ മദർസ വിട്ട് വന്നിട്ടൊക്കെ ഇവർക്ക് പോന്നാ പോരെ? എടാ എന്റെ മുന്നിൽ തന്നെ മണ്ടും. ഇവക്കെന്താ യൂണിഫോം ഒന്നും ബാധകല്ലേ? ഇവിടെ ഫസ്റ്റ് ഡേ കളർ ഡ്രസ് ഇട്ടിങ്ങനെ നമ്മൾ ചീത്തയായിട്ട് നിൽക്കണേ. ഇവക്കിതൊന്നും ബാധകല്ല. പൈസക്കാർക്കായ മതി. ഹായ് ഹായ് പാത്തു, നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ. സ്കൂളിൽ എത്തിപ്പോയത് ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്താ പാത്തു, നെട്ടിപ്പോയോ? പോയിട്ടുണ്ട്. ഇനി എല്ലാവരും അറിയിക്കാനായിട്ട്. നിന്റെ പേരെന്തായിരുന്നു കുട്ടി? ആൻമേരി. നിന്റെ ഡ്രസ് കൊള്ളാട്ടോ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഇത് കൊള്ളാമോ? അതെ, അതാ അവള് പറഞ്ഞേ. നിനക്ക് കേട്ടില്ലേ? എന്നാൽ ഞാൻ ഇതിപ്പോ ഒഴിവാക്കാൻ പോവാ. ഇവക്ക് നടി വട്ട. എനിക്ക് ചിരി വരുന്നു. ഇവക്ക് വട്ട. ഡ്രസ് രസമുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ ഓട്ടം. ആർക്കറിയാം. ആഹാ, സ്കൂൾ ബെൽ എടുത്തല്ലോ. ഇനി കച്ചവടം ഉണ്ടാകും. കുട്ടികൾ എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നോ? എടുത്തു വെക്കട്ടെ. വന്നോ? ഇരിക്കോ കുട്ടികളെ. ബാക്കിയുള്ളവര് വരുന്നതിന് മുമ്പ് തിന്നങ്ങ് പോവാ. കുട്ടികളെ, നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. കുറച്ചു കഴിഞ്ഞാൽ എല്ലാരും വന്ന് സീറ്റിലേക്ക് ഇരിക്കും. പെട്ടെന്ന് സ്ഥലം പിടിച്ചോ. 2 ബെഞ്ച് അപ്പുറത്തും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നോളൂ. അതൊക്കെ എപ്പോഴേ ആയിരിക്കുന്നത്. നിങ്ങൾ ഇരിക്കൂ കുട്ടികളെ. 20 രൂപ മെച്ചമുണ്ട് നിങ്ങളതില്. അത് ഞാൻ പോവാൻ സമയത്ത് തരാട്ടോ. അതൊന്നും വേണ്ട മക്കളെ, അതൊക്കെ നിങ്ങൾ തന്നെ എടുത്തോ. ഇന്നത്തെ ലഞ്ച് ബ്രേക്ക് ആയാലും സെറ്റ് ലഞ്ച് ബ്രേക്ക് പറയാറുണ്ട് മോളെ. സെറ്റ് തന്നെ. പിന്നെ ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാ, പോയ 2 മാരണങ്ങളും കൂടി തിരിച്ചു വന്നു. വേറെ കുഴപ്പമൊന്നും ഇന്ന് ഞാൻ കാണുന്നില്ല. ബട്ട് എനിക്കെന്തോ വലിയ പൊലിവൻ തോന്നുന്നില്ല. അത് സത്യം. എനിക്കും അങ്ങനെ പ്രത്യേകിച്ചും തോന്നിയില്ല. അതെനിക്ക് തോന്നിയതാണ്. ഒരു സ്കൂളിൽ പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എങ്ങനെയൊക്കെ ഇങ്ങോട്ടെ വരുന്ന എനിക്ക് തോന്നിയിരിക്കണോ? പക്ഷെ ഞാൻ അവരെ കണ്ടപ്പോ അങ്ങോട്ട് നെട്ടി മക്കളെ. ഈ നെട്ടിയോ? ഞങ്ങൾ കേട്ടപ്പോ നെട്ടി. പിന്നെ ക്ലാസ്സിൽ വന്നിരുന്നപ്പോ പഴയ പോലെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് മാറ്റൊന്നും എനിക്ക് തോന്നില്ല. ഒരാൾ കൂടി കൂടിയുള്ളൂ. വേറെ പ്രശ്നം ഇപ്പൊ ഞാൻ കാണുന്നില്ല. പക്ഷെ വേറൊരാൾക്കുണ്ടല്ലോ, ഉങ്ക കുറച്ച് കൂടുതലാ. അതാ പ്രശ്നം. ഇവളെ പ്രത്യേകത എന്താ വെച്ചാല് എല്ലാവർക്കും ഇവളെ ഇഷ്ടാ. അതാ പ്രശ്നേ. ജെന്നിനെയും ക്ലാരനെയും ടീച്ചേഴ്സിനൊന്നും ഇഷ്ടല്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടാ. എന്തേലൊക്കെ ആവട്ടെ. അല്ലേ, ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും പണി തരുന്നാവോ? പണി തന്നാലെന്താ, 2 കഴിഞ്ഞിട്ടാണ് വാങ്ങണം. ആരപ്പത്? മേരി, സുഖല്ലേ? ഇവരെ നിന്നിട്ട് കമ്പനി ആവാൻ ശ്രമിക്ക. കമ്പനി ആവരുതട്ടോ. നെവർ. നീ പേടിക്കണ്ട. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കേ, യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്. യാ, നിങ്ങളെ പോലെ ഞാൻ മണ്ടിയല്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അതെനിക്ക് മനസ്സിലായി. നമ്മളെ പോലെ പൊട്ടിയില്ലെന്ന്. നിങ്ങൾ എന്ത് കഴിക്കുന്നേ? നല്ല അസല് പൊറാട്ടയും നല്ല അസല് ബീഫ് കറി ചില്ലി. ഇവിടെ ഇങ്ങനെ ഒരു കടിയൊക്കെ ഉണ്ടായിരുന്നോ? എന്താ കുഴപ്പം? എന്താ എന്ന് പറയണേ? ഈ പെട്ടി കടയിൽ നിന്നാണോ നിങ്ങൾ ഇതൊക്കെ കഴിക്കുന്നത്? അതെന്താ, ഈ കടന്റെ വലിപ്പല്ലേ ചെറുതുള്ളൂ. അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ അടിപൊളിയാ. നിങ്ങളെ പോലെ പണമില്ലാത്ത പാവങ്ങൾക്ക് ഉള്ളതായിരിക്കും ഇതൊക്കെ. പക്ഷേ ഓർക്കുക, ഇവരെ പോലെയുള്ളവരുടെ കയ്യിൽ നിന്നും ഭക്ഷണം മേടിച്ച് കഴിക്കരുത്. അതെന്താ, ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? നീ എന്താ ഇതിനൊരു കുഴപ്പം കാണുന്നത്? നല്ല വൃത്തിയായിട്ട് ചേട്ടൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടല്ലോ. നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളെ പോലെയുള്ള ലോ ക്ലാസ്സുകാരോട് സംസാരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്റെ കൂടെ മിഡിൽ ക്ലാസ്സുകാരുണ്ട്. അതിന്റെ പ്രശ്നമല്ല. അത് ഞങ്ങൾ ഉദ്ദേശിച്ചാണോ? യെസ്. നിങ്ങൾക്കൊന്നും ഒന്ന് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നല്ല വൃത്തിയുള്ളത് നൊസ്റ്റാൾജിയ അതാ ഇതെന്നൊക്കെ പറയും. ബട്ട് ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനാ എന്നെ എന്റെ ഗ്രാൻഡ് പഠിപ്പിച്ചിരിക്കുന്നത്. താനിങ്ങോട്ട് വന്നേ. എന്താ മോളെ? താനെ എന്റെ പൊട്ട ഭക്ഷണം ഇവിടെ വെക്കുന്നേ. മോളെ, മോക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്ന് തരാം. മോളത് കഴിച്ചു നോക്ക്, എന്നിട്ട് പറ. ഇതാ മോളെ, ഈ ചായ ഒന്ന് കുടിച്ചു നോക്ക്. അപ്പൊ മോക്ക് മനസ്സിലാവും ഇതിന്റെ ടേസ്റ്റ്. നല്ല റിച്ച്നെസ് ഒക്കെ ഉണ്ടാവും. ഞാന് എന്തോ ഒരു വൃത്തിയില്ലെന്നറിയോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ പഴകിയ ഭക്ഷണങ്ങളൊന്നും എന്റെ കടയിൽ വെക്കാറില്ല. സംഭവം അടിപൊളിയാണല്ലോ. ഇനിയിപ്പോ ഇതിന് നല്ലത് പറഞ്ഞ എന്റെ സ്റ്റാൻഡേർഡ് പോവും. മോളെ, ഇങ്ങനെ ആക്ഷേപിക്കരുത്. നീ ചെറിയ കുട്ടിയാ. ഞാൻ ഉണ്ടാക്കുന്ന ചായയിൽ ഒരു കുഴപ്പമില്ല. അത് എനിക്കറിയാം. അത് നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. 10-20 കൊല്ലമായി ഞാൻ ഈ സ്കൂളിൽ ചായ വിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ ഒരു കുട്ടിയും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കുട്ടി,
മോൾ എന്നെ എന്ത് ചെയ്യും? കൂടിപ്പോയ മോളെ ഞാൻ തല്ലുമായിരിക്കും. വേറെ ഒന്നും മോളെ കൊണ്ട് പറ്റില്ലല്ലോ. എന്തിനാ മേരി, പാവം ചേട്ടനല്ലേ, ഞങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അറിഞ്ഞതാ. അതിന് ഞാനെന്ത് വേണം? നിങ്ങൾക്കൊന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? നിങ്ങളുടെ ക്ലാസ്സിലിട്ടാണ് ഞാൻ പറയുന്നു, ഇവിടെ നിന്ന് നിങ്ങൾ ചായ വാങ്ങരുത്. നല്ല കഥ. നീ പറഞ്ഞ ഞങ്ങൾ അങ്ങ് അനുസരിക്കാൻ പറ്റല്ലേ? അതെന്താ നിങ്ങൾക്ക് അനുസരിച്ചാ? നിങ്ങൾക്ക് എന്നെ ലീഡർ ആയിട്ട് കണ്ടൂടെ? ലീഡർ ആയിട്ട് തന്നെ കാണുന്നേ, പക്ഷെ ഞങ്ങളുടെ ഫുഡിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ തീരുമാനിക്കണ്ട. നിങ്ങൾ എന്റെ നിൽക്കുന്നേ? ഞാനേ ലക്ഷങ്ങൾ ചെലവാക്കി ഞങ്ങളുടെ സ്കൂൾ ഒറ്റയടിച്ച് മാറ്റില്ലേ, ഇതിനു വേണ്ടിട്ടല്ല. അത് പിന്നെ നിന്നെ കണ്ടപ്പോ ഞങ്ങളുടെ ഊർജ്ജമൊക്കെ പോയതാ. പോവാതിരിക്കോ? അതല്ലേ ഏനം. എനിക്ക് ഇന്നോട് ലേശം കളിയുണ്ടെന്നൊക്കെ മനസ്സിലാക്കണം മോളെ. എനിക്ക് നിന്റെ അടുത്ത് കളി ഉണ്ടെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യടി? ഞാനിവിടെ കളി പിടിച്ച് നിക്കുവാ. നിങ്ങളായിട്ട് ഞാനുണ്ടല്ലോ. താൻ എന്നെ വഴക്ക് പറഞ്ഞല്ലേ? എന്റെ ഗ്രാൻഡ് പോയിട്ട് എന്റെ മമ്മി പോലും എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. താൻ എന്നെ വഴക്ക് പറഞ്ഞല്ലേ? അതെന്റെ കേട് കാണുന്നുണ്ട്. തനിക്കുള്ള പണി രാവിലെ താൻ സ്കൂളിൽ വരുമ്പോ കാണും. കാണും നീ. ഡോ എന്നും പോ എന്നും ഡോ എന്നൊന്നും എന്നെ വിളിക്കല്ലേ. എന്റെ കൊച്ചുമക്കളെ പോലും എന്നെ അങ്ങനെ വിളിക്കാറില്ല. തന്നെ കൊച്ചുമക്കളെ വിളിക്കാറില്ലാന്ന് കരുതി ഞാൻ എന്ത് വേണോ? ഞാൻ ഇങ്ങനെ പലതും വിളിക്കും. എന്ത് ഷോയാണ് നിനക്ക്? ഇതും ഒരു പാവ അങ്കിളല്ലേ? ഞങ്ങളോട് നിനക്ക് നല്ലതുപോലെ സംസാരിച്ചേ. നിങ്ങൾ ആരും എന്നെ പഠിപ്പിച്ചു വരണ്ട. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ ആരും വിചാരിക്കണ്ട. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കും. അത് നീ വേണ്ടെന്ന് പറഞ്ഞാലില്ലേലോ. ഈ സ്കൂളിലെ എല്ലാ പിള്ളേരും ഇവിടുന്ന് ഫുഡ് കഴിക്കും. നീ മാത്രം കഴിക്കണ്ട. അതിന് നീ എന്തിനാ ഈ അങ്കിളിനെ ഇത്രയ്ക്ക് വഴക്ക് പറയുന്നത്? ഞാൻ ഇനി വാഗൊണ്ട് പറയലേ ചെയ്യാം. നാളെ രാവിലെ വരുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്താ എന്റെ മനസ്സ് കണ്ടിരുന്ന പ്ലാൻ എന്ന്. ഒറ്റ ദിവസം കൊണ്ട് ഇയാളുടെ കട ഞാൻ പൂട്ടിക്കും. അതെ, അസാധ്യമാണ്. കാരണം ഇത് 10-20 കൊല്ലമായിട്ട് ഈ ചേട്ടൻ ഇവിടെ കട തുടരുക. ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇനി നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ. എന്താ നിങ്ങൾ എന്നെ തടയോ? നമുക്ക് കാണാം. നിങ്ങൾ എന്നെ തടയോ? തടയേണ്ടി വന്ന് തടയോ? നിന്റെ ഗ്രാൻഡ് പറ്റി പൂത്ത കാശുണ്ടെന്ന് കരുതി ഇവിടെ ജീവിച്ചു പോകുന്നവരെ അന്ന് നീ മുട്ടിക്കരുത്. വേണ്ട മോളെ, എനിക്ക് വേണ്ടി നിങ്ങൾ വഴക്കിടണ്ട. എന്റെ കട പൂട്ടി പോവാണെങ്കിൽ പോട്ടെ. മക്കളും ഭാര്യയും എല്ലാവർക്കും വേണ്ടാത്തവനാ ഞാൻ. വീട്ടിൽ ചെന്നാലും ഇത് തന്നെ അവസ്ഥ. എല്ലാവരുടെ കയ്യിൽ നിന്നും വഴക്ക്. ഇന്നത്തെ പൈസ എവിടെ അയച്ചാന്ന് ചോദിച്ചിട്ട് ഭാര്യയുടെ കയ്യിൽ നിന്ന് ഇന്നേക്കുള്ള സാധനം കൊടുന്നില്ലേ മനുഷ്യാന്ന്. ആൺമക്കളൊക്കെ ഉള്ളവരാ ഞാൻ. എന്നിട്ട് ആരുണ്ട് എനിക്ക്? ഞാൻ ഇന്നെന്ത് ചായ വിറ്റ് ജീവിക്കുന്നു. ഇനി ഇതും കൂടി പോയാൽ എന്താ? അതും പോയി. അല്ലാത്തപ്പോ എന്താ പറയാ? എന്തായാലും കുട്ടി ചെയ്യുന്നൊക്കെ ചെയ്യട്ടെ. പാവം ചേട്ടൻ, നീ എന്തിനാ ഇങ്ങനെ പാവങ്ങളെ ആക്ഷേപിക്കുന്നത്? നീ ശരിക്കും ജോക്കറാ? ചിരിച്ച് സംസാരിക്കും, ദേഷ്യപ്പെട്ട് സംസാരിക്കും. നിനക്ക് എത്ര മുഖങ്ങളാടി? അതൊക്കെ എന്റെ ഇഷ്ടം. എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ചിരിക്കാൻ അറിയില്ല. എനിക്ക് ഞാനെന്ത് പറയുന്നില്ല. എന്തെന്ന് നിർത്തിയത്? ബാക്കി പറ. ബാക്കി എന്താ? നാളെ രാവിലെ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ബാക്കി ഉണ്ടാവാൻ പോന്നേന്ന്. മനസ്സിലായോ? നീ എന്ത് ചെയ്യുന്ന ഒരു ദിവസം കൊണ്ട്? നീ ചേട്ടന് കട പൂട്ടിക്കോ? നമുക്ക് കാണാം. നീ ചേട്ടന് കട പൂട്ടിക്കോ ഇല്ലെന്ന് കണ്ടു തന്നെ അറിയാം. കൂടി പോയി 4 ആളെ വെച്ച് നീ കട തല്ലി പൊളിക്കായിരിക്കും. വേറെ എല്ലാം നിനക്ക് പറ്റുമോ? നിങ്ങൾ ലോ ക്ലാസ്സുകാരുടെയും ഇവരെ പോലെയുള്ള മിഡിൽ ക്ലാസ്സുകാരുടെയും പിന്നെ നമുക്കിട്ട് താങ്ങ്. സാരല്ലടി, നമ്മുടെ ശത്രുക്കൾക്ക് നല്ല താങ്ങ് കിട്ടുന്നില്ലോ, അത് മതി. നോക്കേ, ഈ മിഡിൽ ക്ലാസ്സും നിങ്ങളെ പോലെ ലോ ക്ലാസ്സും നിങ്ങൾക്കൊന്നും എന്റെ ബുദ്ധി അളക്കാൻ പറ്റില്ല. ഞാൻ എന്താണ് എന്റെ മനസ്സിൽ കണ്ടേക്കുന്നെന്ന് നിങ്ങൾക്ക് ആർക്കും ആളൊന്നും നോക്കാൻ പോലും പറ്റില്ല. മനസ്സിലായോ? നീ പോടി, നീ പോ. എന്റെ ആൻമേരുടെ അർത്ഥത്തെ നീ കാണാൻ പോകുന്നേ ഇരിക്കുള്ളൂ.